श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिनी व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। अज्ञानान्तर्गहनपतितान् आत्मविद्योपदेशैः त्रातुं लोकान् भवदवशिखातापसम्पच्यमानान् मुक्त्वा मौनं वडविडविनो मूलतो निष्पदन्ति शम्भो मूर्तिश्चरति भुवने शङ्कराचार्यरूपा। शम्भो मूर्तिश्चरति भुवने शङ्कराचार्यरूपा। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. സുപ്രഭാതം, ശുഭദിനം. ശങ്കരസ്തോത്ര തരംഗിണി പരമ്പരയിലെ 7-ാം ദിവസമായ ഇന്ന് രണ്ടാമത്തെ സെഷനാണ്, വ്യാഖ്യാന സെഷനാണ്. ഇന്ന് നമ്മൾ വ്യാഖ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം എന്ന അതിമനോഹരമായിട്ടൊരു സ്തോത്രമാണ്. വളരെ ഭാവാത്മകമായതും ഭക്തിരസപ്രധാനമായതുമായിട്ടുള്ള ഒരു മനോഹര കൃതിയാണ് ശിവാപരാധ ക്ഷമാപണ സ്തോത്രം. ശിവ ഭക്തന്മാർക്കെല്ലാം നിത്യവും ചൊല്ലാവുന്നതായിട്ടുള്ള ഒരു കൃതിയാണ്. ശിവക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുന്നതായിട്ടുള്ള സന്ദർഭങ്ങളിൽ ചൊല്ലാവുന്നതാണ്. ശിവപൂജകൾ കഴിഞ്ഞു കഴിയുമ്പോൾ ചൊല്ലേണ്ട സ്തോത്രമാണ്. പ്രദോഷാദി വിശേഷ സന്ദർഭങ്ങളിൽ പ്രത്യേകമായിട്ട് ചൊല്ലേണ്ടതായിട്ടുള്ള സ്തോത്രങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ ആ ഭാവനയോടുകൂടെ, വളരെ ലളിതമാണിത്, സ്തോത്രം ചൊല്ലുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. കാരണം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു അപരാധ ക്ഷമാപണ സ്തോത്രമാണ്. അപ്പോൾ ഓരോ ശ്ലോകത്തിൻ്റെയും അവസാന വരിയിൽ എൻ്റെ അപരാധം പുറത്ത് എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന വരുന്നത് കാരണം അതിന് തൊട്ട് മുമ്പ് പറയുന്ന ആശയങ്ങളൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാവും. സംസ്കൃത ഭാഷ വാസ്തവത്തിൽ മലയാളത്തെക്കാൾ ലളിതമാണ് മലയാളികൾക്ക്, ശരിക്കൊന്ന് മനസ്സിലെത്തി കഴിഞ്ഞാൽ. അത്ര അതും ശങ്കരാചാര്യരുടെ സംസ്കൃത സ്തോത്രങ്ങളെല്ലാം സുലളിതമാണ്. അപ്പോൾ ഒന്ന് മനസ്സിരുത്തുക മാത്രമേ വേണ്ടൂ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിക്കൊണ്ട്. അപ്പോൾ നമുക്ക് ആ സ്തോത്രം ഒന്ന്, ശിവാപരാധ ക്ഷമാപണ സ്തോത്രം. 15ഓളം ശ്ലോകങ്ങളാണ് ഉള്ളത്. നമുക്ക് ഒരു 2 ക്ലാസ് വേണ്ടി വരും. ഇന്ന് നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും നോക്കാം. 7-8 ശ്ലോകങ്ങളെങ്കിലും ഇന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം. ഒരുപാട് വിസ്തരിക്കുന്നില്ല, സാമാന്യം അതിൻ്റെ അർത്ഥം പറഞ്ഞു പോവുകയാണ്. ഓം. ഒന്നാമത്തെ ശ്ലോകം ചൊല്ലാം. ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്രാമേധ്യമധ്യേ ക്വഥയതി നിതരാം ജാഠരോ ജാതവേദ
യദ്യദ്വൈ തത്ര ദുഃഖം വ്യതയതി നിതരാം ശക്യതേ കേന വക്തും ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. ഈ അവസാനം ചൊല്ലിയ വരി എല്ലാ ശ്ലോകങ്ങളിലും വരുന്നുണ്ട്. ഏകദേശം അവസാനം വരയ്ക്കുള്ള മിക്കവാറും ശ്ലോകങ്ങളുടെ ഒരു മൂലമായ ആശയം, കോർ തീം എന്ന് പറയാം, അത് ഈ ക്ഷമാപണമാണ്. ക്ഷന്തവ്യോ മേ അപരാധഃ ശിവ 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 ഭോഃ ശ്രീ മഹാദേവ ശംഭോ. ഇതാണ് ആ വരി. ക്ഷന്തവ്യോ മേ അപരാധഃ. മേ അപരാധഃ ക്ഷന്തവ്യഃ. മേ അപരാധഃ എൻ്റെ അപരാധം. ക്ഷന്തവ്യഃ എന്ന് പറഞ്ഞാൽ ത്വയാ ക്ഷന്തവ്യഃ, അങ്ങയാൽ ക്ഷമിക്കപ്പെടേണ്ടതാണ്. കാരണം അങ്ങ് സ്വാമിയാണ്, ഞാൻ ഭൃത്യനാണ്, ദാസനാണ്. അങ്ങ് പ്രഭുവാണ്, ഞാൻ ദീനനാണ്. അപ്പൊ ദീനന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതായിട്ടുള്ള, പരവശരായിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് എത്ര മോശം പ്രവൃത്തിയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ശക്തിയുള്ളവർ, പ്രഭുക്കളായിരിക്കുന്നവർ അതിനെ കാരുണ്യപൂർവം, അല്ലെ, സിമ്പതിയോടുകൂടി ക്ഷമിക്കും എന്നർത്ഥം. അപ്പോൾ ആ ഒരു സിമ്പതി എൻ്റെ നേർക്ക് ഉണ്ടാവണം, എൻ്റെ നേർക്ക് കാരുണ്യമുണ്ടാവണം, ദയ ഉണ്ടാവണം. ഞാൻ ദീനനാണ്, ഞാൻ ദീനനായിപ്പോയി, എനിക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യുവാനുള്ള ശക്തിയോ സ്വാതന്ത്ര്യമോ ഇല്ലാതായിപ്പോയി. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെയാണ് ഇതിൽ വർണ്ണിക്കാൻ പോകുന്നത്. സാധാരണ നമ്മളൊക്കെ എല്ലാവരും വിചാരിക്കുന്നത് ഓരോ ദിവസവും നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യണം എന്ന് നമ്മളൊക്കെ സങ്കല്പിക്കാറുണ്ട്, അല്ലേ? നല്ല പ്രവൃത്തികൾ ചെയ്താലേ നമ്മുടെ ജീവിതം സുഗമമാവുള്ളൂ. അതുപോലെ മറ്റുള്ളവർക്കും നമ്മളോടുള്ള പ്രീതി, സ്നേഹം, ബഹുമാനം ഒക്കെ വർദ്ധിച്ചു വരികയുള്ളൂ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നന്നാവണം നന്നാവണം നന്നാവണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, സത്കർമ്മങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ അത് സാധിക്കാറുണ്ടോ നമുക്ക്? നമ്മൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ കഴിയാറുണ്ടോ? അത് പല കാരണങ്ങളുണ്ട്, അല്ലേ? ഒന്നാമത് നമ്മൾ തന്നെയാണ് നമുക്ക് തടസ്സമായിരിക്കുന്നത്. നമ്മുടേതായിട്ടുള്ള മുൻശീലങ്ങൾ, പൂർവവാസനകൾ, നമ്മുടെ സ്വഭാവം, അത് നമ്മളെ വീണ്ടും പിന്നിലേക്ക് തന്നെ വലിച്ചുകൊണ്ടിരിക്കും, പഴയ പടിക്ക് തന്നെ വലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നന്നാവണം എന്ന് വിചാരിച്ചാലും നമ്മൾ തന്നെ പിന്നിലേക്ക് വലിക്കുന്നതായിട്ടുള്ളൊരു ശീലം, സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതാണ് ഭഗവാൻ ഗീതയിൽ എല്ലാവരോടുമായി പറഞ്ഞത്, ഉദ്ധരേത് ആത്മനാ ആത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മനഃ. നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണ്, നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. നമുക്ക് ഉദ്ധരിക്കപ്പെടണോ, ഉയരണോ, കരകയറണോ, നമ്മുടെ ഇന്നുള്ള ജീവിത നിലവാരത്തിൽ നിന്ന് മുന്നോട്ട് പോകണമോ, പുരോഗതി വേണോ എങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ഉദ്ധരിക്കണം. നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണ്. മറ്റ് ആരൊക്കെ വിചാരിച്ചാലും നമ്മൾ വിചാരിക്കാതെ നമുക്ക് കരകയറാൻ സാധ്യമല്ല. അപ്പൊ നമ്മുടെ ശത്രുവും നമ്മൾ തന്നെയാണ്. ഏതാ നമ്മുടെ ശത്രു? നമ്മുടെ അധമമായിട്ടുള്ള മനസ്സ്, നമ്മുടെ പൂർവ സംസ്കാരങ്ങൾ, നമ്മുടെ വാസനകൾ, നമ്മുടെ ശീലങ്ങൾ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. എത്രയോ ജന്മങ്ങളായോ, ജനിച്ച അന്ന് മുതൽക്ക് ഇന്ന് വരേക്കുമോ നമ്മൾ ശീലിച്ചതായിട്ടുള്ള പല ദുശ്ശീലങ്ങളും നമ്മളെ വീണ്ടും പഴയ ചെളിക്കുഴിയിലേക്ക് തന്നെ വലിച്ച് എഴിച്ചുകൊണ്ടിരിക്കും.
അപ്പൊ അതുകൊണ്ട് പുരോഗതി എന്നതിന് ഏറ്റവും വലിയ തടസ്സം നമ്മൾ തന്നെയാണ്. പിന്നെ ബാഹ്യ തടസ്സങ്ങളും നമുക്കുണ്ടാവാം. മറ്റുള്ള വ്യക്തികള് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങള്, നമ്മുടെ സാമ്പത്തിക സ്ഥിതി, മറ്റുള്ള സ്ഥാനമാനങ്ങൾ, ഇതിന്റെയൊക്കെ നിലവാരം വെച്ച് നമുക്ക് പല അസ്വാതന്ത്ര്യങ്ങളും ഉണ്ടാകാം. ഇപ്പതാ നമ്മുടെയൊക്കെ അല്ലെ പിടിയിൽ നിന്ന് അതീതമായിട്ടുള്ള ഒരു പരിതസ്ഥിതി നമുക്ക് വന്നു ചേർന്നിരിക്കണം. ഈ കൊറോണ പോലെയുള്ളതായിട്ടുള്ള നമുക്ക് നമ്മൾ ആര് വിചാരിച്ചാലും സ്വാതന്ത്ര്യമില്ലാത്തതായിട്ടുള്ള ഒരവസ്ഥ. വലിയ ഭരണാധികാരികൾക്ക് പോലും ഇവിടെ സ്വാതന്ത്ര്യമില്ലാത്തതായിട്ടുള്ള അവസ്ഥ അല്ലെ. അമേരിക്കൻ പ്രസിഡന്റ് പോലും അവിടെ ശ്വാസം മുട്ടുന്നു, എരിവിരി കൊള്ളുന്നു. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആശുപത്രി കിടക്കുന്നു, ICUയിൽ കിടക്കുന്നു. ശക്തന്മാരായിട്ടുള്ള ആളുകൾ പോലും അവിടെ പരിതപിക്കുന്നു. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയേണ്ടതുണ്ടോ? അപ്പൊ ഇങ്ങനെ ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം, ഇങ്ങനെ നമ്മൾക്ക് ജീവിതത്തില് തടസ്സങ്ങൾ, വിഘ്നങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ ഈ 3 സോഴ്സിൽ നിന്നും വരാം. താപത്രയങ്ങൾ എന്ന് പറയുന്നതിന്. താപത്രയങ്ങൾ, 3 പ്രകാരത്തിലുള്ള ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, വിഘ്നങ്ങൾ എന്നൊക്കെ അർത്ഥം. ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അവനവനിൽ നിന്ന് തന്നെയുള്ളത്. ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളിൽ നിന്ന് ഉള്ള ആളുകളിൽ നിന്നുള്ളത്. ആദി ദൈവീകം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതീതമായിരിക്കുന്ന ഈശ്വരീയമായ ദൈവീകമായ ശക്തികളിൽ നിന്നുള്ള പ്രതിബന്ധങ്ങൾ. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ളതായിട്ടുള്ള തടസ്സങ്ങളെ കൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യം നമുക്ക് വിചാരിച്ചതുപോലെ നടത്താൻ കഴിയാറില്ല. അപ്പോൾ നമ്മൾ അവശരാണ്, ദീനരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലതും ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ അപരാധം എന്നിവിടെ പറയുന്നത്. ആ അപരാധത്തിനായിക്കൊണ്ട് പ്രഭുവായ ഈശ്വരനായ ഭഗവാൻ മഹാദേവനോട് ഹേ ശിവ 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 ഭോഹോ. അപ്പൊ ആ വിളി 3 പ്രാവശ്യം ശിവ 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 എന്ന് വിളിച്ച് ഒന്നുകൂടെ ശിവന്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റാനായിക്കൊണ്ട് ഭോഹോ എന്നും പറഞ്ഞു. സംസ്കൃതത്തിലുള്ള സംബോധനയിലുള്ള ഒരു പ്രയോഗമാണ് ഭോഹോ എന്ന്. ഭോ എന്ന് പറഞ്ഞിട്ട് വിസർഗവും കൂടി ഉണ്ട്. ഭോഹോ എന്ന് പറയുന്നത്. ഹേ രേ ഭോഹോ, ഐ എന്നൊക്കെ സംസ്കൃതത്തിലുള്ള സംബോധനകളാണ്. ഐ എന്ന് പറഞ്ഞാൽ അല്ലയോ. റേ ഏയ് എന്ന് നമ്മൾ വിളിക്കുന്ന പോലെ റേ എന്ന് വിളിച്ചാൽ മതി. ഹേ എന്ന് വിളിക്കാം. അതുപോലെയാണ് ഭോഹോ. ഭോ ഭോ എന്ന് വിളിച്ചാൽ അല്ലയോ ഏയ് ഏയ് എന്ന് നമ്മൾ വിളിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ ഭഗവാനെ വിളിക്കുകയാണ് ഭോഹോ. ശിവ 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 3 പ്രാവശ്യം വിളിക്കുന്നത്. എന്താ വെച്ചാൽ ഭഗവാന്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റാൻ. നമ്മളെ കൊച്ചു കുട്ടികള് വിശന്ന് കരയുമ്പോ അമ്മേ 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 എന്ന് വിളിച്ച് പല പ്രാവശ്യം വിളിച്ച് കരഞ്ഞാലല്ലേ അമ്മ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ അതുപോലെ അമ്മയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിക്കൊണ്ട്, നമ്മുടെ അവശത പ്രകടിപ്പിക്കാനായിക്കൊണ്ട് ഇവിടെ ഓരോ വരികളിലും 3 പ്രാവശ്യം ശിവ 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 ഭോഹോ എന്ന് പറഞ്ഞ് പിന്നെയും ശ്രീ മഹാദേവ ശംഭോ എന്നും സംബോധന. ശ്രീ മഹാദേവ, ദേവന്മാർക്കെല്ലാരിലും വലിയവനായിരിക്കുന്നവനെ, മഹാനായ ദേവനായിരിക്കുന്നവനെ, ശ്രീയോടുകൂടിയ, ശ്രീ എന്നാൽ സർവ ഐശ്വര്യങ്ങളും, സർവ ഐശ്വര്യങ്ങളോടും കൂടിയ മഹാനായ ദേവ, ദേവാദിദേവനായിരിക്കുന്ന പരമേശ്വര ശംഭോ. ശംഭോ എന്ന് പറഞ്ഞാൽ ശംഭു എന്ന് ഭഗവാന്റെ പേര്. ശംഭവതീതി ശംഭു, മംഗളത്തെ ഭവിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. നല്ലതിനെയൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നവൻ, മംഗളത്തെ ഭവിപ്പിക്കുന്നവൻ ശംഭു. ആ ശംഭുവിനെ വിളിക്കുമ്പോ ശംഭോ. അപ്പൊ അങ്ങനെ ശിവ 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 ഭോഹോ ശ്രീ മഹാദേവ ശംഭോ എന്നിങ്ങനെ ഭഗവാനെ പ്രത്യേകമായി സംബോധന ചെയ്തിട്ട് മേ അപരാധ ക്ഷന്തവ്യ, എന്റെ അപരാധം ക്ഷമിക്കേണ്ടതാണ് എന്ന് പ്രാർത്ഥനയാണ് ഓരോ ശ്ലോകങ്ങളിലും. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ പിന്നെ മുമ്പ് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പം മനസ്സിലാവും. അപ്പൊ ഇവിടെ ഈ ശങ്കരാചാര്യര് ആരംഭിക്കുന്നത് തന്നെ മനുഷ്യ ജന്മം എടുക്കാൻ കാരണമായിരിക്കുന്ന തൻ്റെ പൂർവ കർമ്മങ്ങൾ, അതാണ് തൻ്റെ അവശതയുടെ ആദ്യ കാരണം. അതിപ്പോൾ ഈ ജന്മത്തിൽ നമ്മുടെ കൺട്രോളിലുള്ളതല്ല,
നമ്മുടെ പൂർവ്വ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയില്ല. എത്രയോ കാലങ്ങൾ എത്രയോ ജന്തുക്കളായി നമ്മൾ ജീവിച്ചു. ഇനി മനുഷ്യരായിട്ട് എത്ര ജീവിച്ചിട്ടുണ്ടോ, എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ, അന്ന് എന്തെല്ലാം അപരാധങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെതായിട്ടുള്ള സ്വാധീനം ഇന്ന് നമ്മളിൽ ഉണ്ടാകും. അപ്പോൾ ആ പൂർവജന്മങ്ങളിൽ ചെയ്ത ആ അന്നും എന്തുകൊണ്ട് ഭഗവാനെ സ്മരിക്കാത്തത് കൊണ്ടാണ് പിന്നെയും ജന്മം എടുക്കേണ്ടി വന്നത്. അപ്പൊ അവിടുന്ന് തുടങ്ങി നമ്മുടെ തെറ്റുകൾ. ആ തെറ്റുകൾക്ക് മുതൽ ക്ഷമാപണം ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. നമ്മുടെ ജന്മകാരണമായ പൂർവ ജന്മങ്ങൾക്ക്, അവിടെ ചെയ്ത പാപങ്ങൾക്ക് ക്ഷമാപണം ചെയ്തുകൊണ്ട്, പിന്നെ അമ്മയുടെ ഗർഭവാസ കാലത്തും നമ്മൾ ഈശ്വര സ്മരണ ചെയ്തില്ല, ഭഗവത് സ്മരണ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം. അപ്പോ ആദൗ എന്ന് ആരംഭിച്ചത്, ആദൗ എന്ന് പറഞ്ഞാൽ ആദിയിൽ, ഏറ്റവും ഇൻ ദ വെരി ബിഗിനിങ്, ആദിയിൽ കർമ്മപ്രസംഗാത് കലയതി കലുഷം. കർമ്മപ്രസംഗാത്, കർമ്മപ്രസംഗം എന്ന് പറഞ്ഞാൽ കർമ്മവുമായിട്ടുള്ള പ്രസംഗം. പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രകർഷേണയുള്ള സംഘം, നല്ല ബന്ധം. അപ്പൊ പൂർവജന്മത്തിലെ കർമ്മങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ട്, പൂർവജന്മ കർമ്മവാസന കൊണ്ട് കലുഷം കലയതി. കലുഷം എന്ന് പറഞ്ഞാൽ പാപം തന്നെയാണ്. കാലുഷ്യം, പാപം, കളങ്കം എന്നൊക്കെ അർത്ഥമാണ് കലുഷം. കലയതി എന്ന് പറഞ്ഞാല് സങ്കലയതി, കൂട്ടുന്നു, അക്യുമുലേറ്റ് ചെയ്യുന്നു, ചേർത്തു വെക്കുന്നു. അപ്പൊ നമ്മള് പൂർവജന്മങ്ങളിൽ കർമ്മപ്രസംഗം കൊണ്ട്, കർമ്മവുമായിട്ടുള്ള ബന്ധം കൊണ്ട് അനേക പാപങ്ങൾ ആർജിച്ചു. അങ്ങനെയുള്ള പാപങ്ങൾ സഞ്ചയിച്ചതിൽ നിന്ന് ഉള്ള പ്രാരബ്ധം കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ മനുഷ്യജന്മം എടുത്തിരിക്കുന്നത്. നമ്മുടെ സഞ്ചയം ഒരുപാടുണ്ട്. നമ്മൾ സഞ്ചിതമാക്കി വെച്ചിരിക്കുന്നത്, സമ്പാദിച്ചു വെച്ചിരിക്കുന്ന കർമ്മ ബീജങ്ങള്, കർമ്മവാസനകള് ഒരുപാടുണ്ട്. അതിൽ ഏതാനും കുറച്ചാണ് ഇപ്പോ മെച്യൂർ ആയിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ ധാരാളം സമ്പാദിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടും, ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ മെച്യൂർ ആവുന്നത് നമ്മളെടുത്ത് വീണ്ടും ചെലവ് ചെയ്യുകയോ അല്ലെങ്കിൽ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പൊ ഈ മെച്യൂർ ആവുന്നത് പോലെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അപ്പൊ സഞ്ചയിച്ചു വെച്ച കർമ്മങ്ങളിൽ നിന്ന് ഇപ്പോൾ ഫലം തരാൻ ആരംഭിച്ചതിനെ പ്രാരബ്ധം എന്ന് പറയുന്നു. മെച്യൂറായി വരുന്നത്, ആ പ്രാരബ്ധം കൊണ്ടാണ് നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ കുറെ നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കും. ഇവിടെ ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ വേണ്ടത് ചെയ്ത് നമ്മുടെ ഇപ്പോഴുള്ള പ്രാരബ്ധങ്ങളെയും അതുപോലെ മുൻപ് സഞ്ചയിച്ചിട്ടുള്ള കർമ്മവാസനകളെയും ക്ഷയിപ്പിക്കുവാനുള്ള ഒരു സാമർഥ്യമുള്ള ഒരു ജന്മമാണ് മനുഷ്യജന്മം. അങ്ങനെ ഈ മനുഷ്യജന്മം കൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ മുഴുവൻ, സഞ്ചിത കർമ്മങ്ങളെയും പ്രാരബ്ധ കർമ്മത്തെയും ഇനി വരാതിരിക്കുന്ന ആഗാമി എന്ന് പറയുന്ന കർമ്മങ്ങളെയും ഒക്കെ ക്ഷയിപ്പിച്ചാൽ, മൂന്ന് കർമ്മങ്ങളെയും, സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങളെയും ക്ഷയിപ്പിച്ചാൽ നമുക്ക് ഈ മനുഷ്യജന്മം കൊണ്ട് തന്നെ മുക്തി നേടാം. അതല്ല ഈ മനുഷ്യജന്മത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല, വീണ്ടും പഴയ പോലെ ജന്തുക്കളെ പോലെ അജ്ഞാനികളായിട്ട് തന്നെ ജീവിക്കുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോ ഈ കൊണ്ടുവന്ന പ്രാരബ്ധം കൊണ്ട് ഇനിയും കർമ്മവാസനകളെ സഞ്ചയിച്ച് നമ്മുടെ സഞ്ചിതത്തിലേക്ക് വീണ്ടും അക്യുമുലേറ്റ് ചെയ്ത് ആഡ് ഓൺ ചെയ്ത് ഇനിയും ജന്മങ്ങൾ എടുത്തോണ്ടേയിരിക്കാം. അങ്ങനെ പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഡരേ ശയനം എന്ന് ഇതേ ശങ്കരാചാര്യർ ഭജഗോവിന്ദം എന്ന് പറഞ്ഞൊരു സ്തുതിയിൽ പറയും. പുനരപി ജനനം, വീണ്ടും ജനിക്കുക, പുനരപി മരണം, പിന്നെയും മരിക്കുക, പുനരപി ജനനീ ജഡരേ ശയനം, വീണ്ടും വീണ്ടും ഇങ്ങനെ പലതരം ഗർഭങ്ങളിൽ, അമ്മമാരുടെ ഗർഭങ്ങളിൽ വന്ന് ജനിക്കുക, വന്ന് കിടക്കുക. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെയാണ് സംസാരം, ഭവം എന്നൊക്കെ പറയുന്നത്. ഭവം എന്ന് പറഞ്ഞാലും ഭവിക്കുക, ഭവിക്കുക, വീണ്ടും വീണ്ടും ഭവിക്കുന്നത് കൊണ്ട് സംസാരത്തിന് ഭവം എന്ന് പേര്. സംസാരം എന്ന് പറഞ്ഞാലും ആവർത്തന സ്വഭാവമുള്ളത്, സമ്യക്കായി സരിക്കുന്നത്, നന്നായി ചലിച്ചു കൊണ്ടിരിക്കുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അർത്ഥമാണ് സംസാരം. അപ്പൊ ഈ സംസാരം നമ്മൾ എത്ര കാലമായി തുടങ്ങിയിട്ട്, അനാദികാലമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഈ കറക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്.
വിവേക ബുദ്ധിയുള്ള മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ വിചാരമൊക്കെ ഉണ്ടാവുന്നത്. ഭാഗ്യം കൊണ്ടാണ് നമുക്ക് ഇന്നിപ്പോ ഇവിടെ ഈ ശിവാപരാധ ക്ഷമാപണ സ്തോത്രം കേൾക്കാനോ ചിന്തിക്കാനോ സാധിക്കുന്നത്. ഭാഗ്യമാണ്, സുഹൃതമാണ്, ഈശ്വര അനുഗ്രഹമാണ്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾക്ക് ഇന്നിപ്പോ അത് ചിന്തിക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ ഈ മനുഷ്യ ജന്മം ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ആണ്, നമുക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അതിനെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഈ ചക്രത്തിൽ നിന്ന്, ഈ സാഗരത്തിൽ നിന്ന് കരകയറാം. അപ്പോ മുമ്പ് പാപം ചെയ്തതിന്റെ ഫലമായി കർമ്മപ്രസംഗാത് കലുഷം കലയതി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മാതൃകുക്ഷൗ സ്ഥിതം മാം, മാതൃകുക്ഷിയിൽ സ്ഥിതനായ എന്നെ എന്നുള്ളൂടെ ഞാൻ മാതാവിന്റെ കുക്ഷിയിൽ വന്ന് പതിച്ചു, അമ്മയുടെ ഗർഭത്തിൽ വന്ന് ഗർഭപാത്രത്തിൽ ഞാൻ ജാതനായി. അപ്പൊ ഗർഭവാസത്തിൽ കിടക്കുകയാണ്. മനുഷ്യജന്മം എടുക്കണമെങ്കിൽ 10 മാസം അമ്മയുടെ ഗർഭത്തിൽ കിടക്കണമെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പൊ ഈ 10 മാസം ഈ ഗർഭത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാല് നല്ല സുഖമുള്ള പരിപാടിയാണെന്ന് ഇവിടെ ശങ്കരാചാര്യ സ്മരിക്കുകയാണ്. വിൺമൂത്രാമേധ്യമധ്യേ ക്വദയതി നിതരാം ജാഠരോ ജാതവേദാഃ യദ്യദ്വൈ തത്ര ദുഃഖം വ്യദയതി നിതരാം ശക്യതേ കേന വക്തും ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീ മഹാദേവ ശംഭോ. അപ്പോ അവിടെ അമ്മയുടെ ഗർഭത്തിൽ വിൺമൂത്ര അമേദ്യ മധ്യേ. വിൺമൂത്രം, വിട്ട് എന്ന് പറഞ്ഞാൽ മലം, മൂത്രം മൂത്രം, മറ്റ് അമേദ്യ വസ്തുക്കളുണ്ട്. മലവും മൂത്രവും മാത്രമല്ല, അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള അശുചികളായിരിക്കുന്ന അല്ലെ അനേക പദാർത്ഥങ്ങളുണ്ട്. സപ്തധാതുക്കളെ കൊണ്ട് നിർമ്മിതമാണ് മനുഷ്യ ശരീരം. അപ്പൊ അതില് രക്തം, ചലം, കഫം ഇങ്ങനെയുള്ളതായിട്ടുള്ള വൃത്തികെട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അസ്ഥി, മജ്ജ, ചർമ്മം, ഇതൊക്കെയാണ് സപ്തധാതുക്കൾ. അപ്പൊ അതില് മലവും മൂത്രവും ചലവും കഫവും രക്തവും ഒക്കെ ദുഷിച്ച വസ്തുക്കളാണ്. അപ്പൊ അമേദ്യം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ. അപ്പൊ വിൺമൂത്രങ്ങളാകുന്ന അമേദ്യ മധ്യേ, ആ വൃത്തികേടിന്റെ മലക്കുഴിയില് ക്വദയതി നിതരാം ജാഠരോ ജാതവേദാഃ. ജാതവേദസ് എന്നുള്ളത് അഗ്നിയുടെ ഒരു പര്യായമാണ്. എല്ലാം അറിയുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ജാഠരഃ, ജാഠരം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ജഠരത്തിൽ ഭവിച്ചത്. ജഠരം എന്നാൽ അമ്മയുടെ വയറ്, ഉദരം. അപ്പൊ അമ്മയുടെ ഉദരത്തിൽ ഒരു ജാതവേദസ് ഉണ്ട്, വൈശ്വാനരൻ എന്ന് പറയൂ അതിന്. നമ്മുടെ ഓരോരുത്തരുടെയും ഉദരത്തിൽ വൈശ്വാനര അഗ്നിയുണ്ട്. നമ്മുടെ പുറത്തുള്ള അഗ്നിയേക്കാൾ ചൂടുള്ളതാണത്. നമ്മള് ആഹാരം പാകം ചെയ്യാറുണ്ട്, അല്ലേ? എത്രയോ ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മള് ധാന്യങ്ങളൊക്കെ പാകം ചെയ്യുന്നത്, പച്ചക്കറികളൊക്കെ പാകം ചെയ്യുന്നത്. ഇനി ചിലർ ഇറച്ചി മീനും ഒക്കെ പാകം ചെയ്യുന്നതിനൊക്കെ നല്ല ചൂട് വേണം. അങ്ങനെയൊക്കെ പാകം ചെയ്തത് പോലും പോരാത്തത് കൊണ്ടാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒരു പാകം ചെയ്യലുണ്ട്, അല്ലേ? പചിപ്പിക്കല്. അപ്പോ അവിടുത്തെ പാചകം പോരാത്തത് കൊണ്ടാണ് ഇവിടെ വീണ്ടും ഒരു പാചകം. അപ്പൊ അവിടുത്തെ പാചകത്തിനേക്കാൾ ശക്തിയുള്ള അഗ്നി വേണ്ടേ ഇവിടെ ഉള്ളില്? അതിനെക്കുറിച്ച് നമ്മൾ പുറത്തേക്ക് അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അറിയുന്നുണ്ട്, നേരത്തിൽ അറിയുന്നുണ്ട്. നമ്മൾ 3-4 മണിക്കൂർ ഇടവിട്ട് കഴിയുമ്പോ നമ്മൾ കഴിച്ചതൊക്കെ എവിടെ പോയി? ദഹിച്ചു പോയി, അല്ലേ? അതിനെ ദഹിപ്പിക്കുന്നത് ആരാണ്? ആ ഒരു അഗ്നിയാണ്. ചിലപ്പോൾ നമ്മൾ ബാഹ്യാഗ്നിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഇട്ടാൽ അത് കെട്ടുപോകും. അത് ദഹിപ്പിക്കാൻ ചിലപ്പോൾ ഇത്രയും സമയം പോരാതെ വരും. പക്ഷെ 2-3 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ കഴിച്ചതായിട്ടുള്ള ഈ പറഞ്ഞ എന്തൊക്കെയാണ് നമ്മൾ വെട്ടി വിഴുങ്ങുന്നത് എന്നറിയില്ല ഓരോ ദിവസവും. അതിനെ മുഴുവൻ ദഹിപ്പിക്കുവാനുള്ളൊരു ശക്തി, അതിനെ എന്താ പറയുക, നമ്മുടെ വിയർപ്പായിട്ടും നമ്മുടെ രക്തമായിട്ടും നമ്മുടെ മലമൂത്രങ്ങളായിട്ടും മറ്റു തരത്തിലുള്ള നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ സൂക്ഷ്മ കണികളായിട്ടും ഒക്കെ അതിനെ വിസർജ്യങ്ങളായിട്ട് പുറത്തേക്ക് കളഞ്ഞ്, ഇന്നലെ 100 കിലോ ഉണ്ടായിരുന്ന ഞാൻ ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്നലെ ഞാൻ 5 കിലോ ഭക്ഷണം കഴിച്ചു, ഇന്ന് ഞാൻ 105 കിലോ ആയിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഇന്ന് 99 മറ്റേ ആയിട്ടുണ്ടാവാം. അപ്പോ ഇന്നലെ കഴിച്ചതും കൂട്ടി വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും.
അപ്പൊ ഇതൊക്കെ ദഹിപ്പിച്ചതാരാ? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് വൈശ്വാനരൻ എന്ന പേരുള്ള ജഡരാഗ്നി ഉണ്ട്. അതിനെയാണ് ഇവിടെ ജാഡരോ ജാതവേദ എന്ന് പറഞ്ഞത്. ജാതവേദസ് ഭഗവാൻ ഗീതയിൽ പറയും, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. 15-ാം അധ്യായം ഗീതയില് പറയുന്നു, അഹം വൈശ്വാനരോ ഭൂത്വ, ഞാനാണ് വൈശ്വാനരാഗ്നിയായി ഭവിച്ച് പ്രാണിനാം ദേഹമാശ്രിത, പ്രാണനുള്ള ജീവജാലങ്ങളുടെ എല്ലാം ദേഹത്തിൽ ഉദരത്തിൽ ഇരുന്നു കൊണ്ട് ഓരോരുത്തരും കഴിക്കുന്നതായിട്ടുള്ള ചതുർവിധം അന്നം പചാമി അഹം, 4 പ്രകാരത്തിലുള്ളതായിട്ടുള്ള അന്നത്തെ നിങ്ങൾ കടിച്ചു തിന്നുന്നതും കുടിച്ചു കഴിക്കുന്നതും നക്കി തിന്നുന്നതും പിന്നെ ഉറിഞ്ചി കഴിക്കുന്നതും, ഇങ്ങനെ 4 തരത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഖാദ്യം, എന്താ പറയാ, പേയം, ശോഷ്യം, ലേഹ്യം, ഇങ്ങനെ 4 പ്രകാരത്തിലാണ് അന്നം. ഖാദ്യം എന്ന് പറഞ്ഞാല് കടിച്ച് 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 ഭക്ഷിക്കുന്നത്, പേയം എന്ന് പറഞ്ഞാല് കുടിക്കുന്നത്, ലേഹ്യം എന്ന് പറഞ്ഞാൽ ലിഹ്യം എന്ന് പറഞ്ഞാൽ നക്കുക എന്നർത്ഥമാണ്. അപ്പൊ ലേഹ്യം നക്കുന്നത്. അതുപോലെ ശോഷ്യം എന്ന് പറഞ്ഞാല് ഉറിഞ്ചി ഉറിഞ്ചി ഭക്ഷിക്കുക എന്ന് പറയും. നമ്മൾ മിഠായിയൊക്കെ തിന്നു കഴിഞ്ഞാൽ വായിലിട്ട് വെള്ളം കൊടുത്ത് അതിനെ ദ്രവിപ്പിച്ച് നമ്മൾ ഉള്ളിലേക്ക് അതിനെ ശോഷിപ്പിച്ച് ഭക്ഷിക്കുന്നു. അപ്പൊ ശോഷ്യം എന്നുള്ള പദാർത്ഥം. അപ്പൊ ഇങ്ങനെ 4 രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതാണ് ചതുർവിധം അന്നം എന്ന് പറയുന്നത്. 4 വിധത്തിലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ആ ചതുർവിധമായ അന്നത്തെ അഹം പജാമി, ഞാനാണ് ഭജിക്കുന്നത്. ഏത് രൂപത്തില്? വൈശ്വാനര അഗ്നിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഭഗവാനാണ്, ജഡരാഗ്നിയായിരിക്കുന്നത് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും ഭക്ഷണം കഴിക്കുമ്പോൾ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഗീതയിലെ ഈ ശ്ലോകം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലാറുണ്ട്. ഞങ്ങളുടെയൊക്കെ ആശ്രമങ്ങളിലൊക്കെ ഗീത 15-ാം അധ്യായം മുഴുവൻ ചൊല്ലും. ഇനി സമയമില്ലെങ്കിൽ ഈ ഒരു ശ്ലോകമെങ്കിലും ചൊല്ലണം എന്ന് നമ്മുടെ ആചാര്യന്മാർ പറയും. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്തഃ പചാമ്യന്നം ചതുർവിധം. ഈ ശ്ലോകം ചൊല്ലി ഭക്ഷണം കഴിക്കുമ്പോൾ ഭഗവാന് കൊടുക്കുന്ന നിവേദ്യമാണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ള ഓർമ്മ ഉണ്ടാവും. അപ്പൊ നല്ലത് മാത്രമേ നമ്മൾ അകത്തേക്ക് ഇടുള്ളൂ, അതും അളവിനേ കൊടുക്കുള്ളൂ. ഭഗവാന് ഒരുപാട് പണി കൊടുത്ത് നമ്മള് ഭഗവാനെ ബുദ്ധിമുട്ടിക്കില്ല. ദഹിപ്പിക്കാൻ പ്രയാസമേറിയതായിട്ടുള്ള വസ്തുക്കളൊക്കെ കൊടുത്ത് ഭഗവാന് പണി കൊടുക്കില്ല. നല്ലത് മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ ഒരു സംസ്കാരം വരും നമുക്ക് ഇത് ചൊല്ലിക്കൊണ്ട് കഴിച്ചാല്. അല്ലെങ്കിലോ ടിവിയും കണ്ടുകൊണ്ട് കഴിച്ചാല്, വർത്തമാനം പറഞ്ഞുകൊണ്ട് കഴിച്ചാല്, അല്ലെങ്കിൽ തോന്നിയവാസം ചെയ്തുകൊണ്ട് കഴിച്ചാല് നമുക്കിതൊന്നും, ഈ സംസ്കാരം ഉണ്ടാവില്ല. അപ്പൊ അതിനാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചില സംസ്കാരങ്ങളൊക്കെ നമ്മുടെ പൂർവികർ വെച്ചിരിക്കുന്നത്. കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ്. ആ ഈശ്വരന് കൊടുക്കുന്ന പ്രാണാഹൂതിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആദ്യം ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പ്രോക്ഷണം ചെയ്ത് ഉപസ്തരണം ചെയ്ത് പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ, ബ്രഹ്മണേ സ്വാഹ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പ്രാണാഹൂതി ചിഹ്നം മുദ്ര കാണിച്ചിട്ട് വേണം പിന്നെ ഭക്ഷണം കഴിക്കാനായിക്കൊണ്ട് എന്നൊക്കെ സമ്പ്രദായമുണ്ട്. ഇതൊക്കെ നമ്മള് മറന്നുപോയി. അതാണ് നമ്മുടെ രോഗങ്ങൾക്കൊക്കെ കാരണം അല്ലെ. ഇന്ന് രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലോകം. അതിന് കാരണം ഈ അന്നത്തെ കുറിച്ചിട്ടുള്ള ആ ചിന്തയും സംസ്കാരവും ഇല്ലാതെയായി. ഇപ്പൊ പറഞ്ഞു വന്നത് ജാഡരോ ജാതവേദാഹ, ഈ ജഡരത്തിലിരിക്കുന്ന അഗ്നിക്ക് എത്ര ചൂടുണ്ട് എന്നുള്ളത് അവിടെ പോയി കിടന്നാലേ അറിയുള്ളൂ. ഒരു ചൂളയിലെ ചൂടിനേക്കാൾ ചൂടാണ്. അതുകൊണ്ട് ഇവിടെ കൊതയതി നിതരാം എന്ന് പറഞ്ഞു. കൊതയതി എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുന്നു, വേവിക്കുന്നു എന്നൊക്കെ അർത്ഥമാണ്. നിതരാം കൊതയതി, നിതരാം എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട്, അധികം എന്നൊക്കെ അർത്ഥം. അപ്പൊ എന്നെ ഈ വിൺമൂത്ര അമേദ്യ മധ്യേ നിതരാം കൊതയതി, ആരാ? ജാഡരോ ജാതവേദാഹ, എന്റെ അമ്മയുടെ ആ ഉദരത്തിലുള്ള ആ ജാതവേദസ് എന്ന അഗ്നി എന്നെ അവിടെ പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു ചൂളയിലിട്ട് വേവിക്കുന്നത് പോലെ എന്നെ വേവിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ അമ്മയുടെ ഗർഭപാത്രത്തിന് കുംഭീപാകം എന്നൊരു നരകത്തിന്റെ പേരാണ്. നമ്മുടെ നരകങ്ങൾ, അനേക നരകങ്ങളുണ്ട്. ഭാഗവതത്തിൽ ഒരു 28 നരകങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇനിയുണ്ട് അനേകർക്കനുസരിച്ചാണ് അവരുടെ നരകഗതി. അതാത് നരകങ്ങളെ അവർ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ
അതിലൊരു നരകത്തിന്റെ പേരാണ് കുംഭീഭാഗം. വാസ്തവത്തിൽ ആ കുംഭീഭാഗം വേറെ എവിടെയല്ല, ഈ അമ്മയുടെ ഗർഭപാത്രം തന്നെയാണ് കുംഭീഭാഗം. കുംഭം എന്നാൽ കുടം അല്ലെങ്കിൽ കലം എന്നൊക്കെ അർത്ഥം. പാകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭജിക്കുക. അപ്പൊ കുടത്തിലിട്ട് പാചകം ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളെ വാസ്തവത്തില് ഈ 10 മാസം ഈ കുടത്തിലിട്ടിട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പോ ഒരു 15 ദിവസമേ ആയിട്ടുള്ളൂ ഈ കൊറോണ നമ്മളെ ഗൃഹത്തിൽ ബന്ധനസ്ഥരാക്കിയിട്ട്, അസ്വതന്ത്രരാക്കിയിട്ട്. നമ്മൾ എത്ര ശ്വാസം മുട്ടുന്നു ഇപ്പോ. പറയാം, നമുക്കിപ്പോ എത്രയോ സ്വാതന്ത്ര്യമുണ്ട്. TV കാണാം, മൊബൈൽ കാണാം, ആളുകളുമായിട്ട് സല്ലപിക്കാം, പല നേരം പോക്കുണ്ട്, ഭക്ഷണങ്ങൾ മാറി മാറി ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കാം, വ്യായാമങ്ങൾ ചെയ്യാം, കയ്യും കാലും ഒക്കെ നീട്ടി വലിച്ച് എവിടെ വേണമെങ്കിൽ കിടക്കാം, കാറ്റുകൊള്ളാം, എല്ലാ സൗകര്യമുണ്ട്. എക്സസൈസുകൾ ചെയ്യാം, എല്ലാറ്റിനും സൗകര്യമുണ്ട്. എന്നിട്ടും ഈ 15 ദിവസം കൊണ്ട് നമ്മൾ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഈ ഒരു ചെറിയ കുംഭീപാകം എന്ന് പറയുന്നതായിട്ടുള്ള അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നതായിട്ടുള്ള നമ്മള് 10 മാസം കിടന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയൊരു കാരാഗൃഹമാണ്, എത്ര വലിയൊരു ജയിലാണ്. എന്താ പറയുക, ജീവപര്യന്തം തടവിൽ കിടക്കുന്നതിനേക്കാൾ കഷ്ടമാണ് ഈ ഒരു ഗർഭപാത്രത്തിൽ കിടക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് സ്മരിക്കുകയാണ്. അപ്പോ ഇത് സ്മരിക്കുമ്പോ ഇനിയുണ്ട് ചിന്ത, എന്താ ഇനി ഇതുപോലൊരു കുംഭീഭാഗത്തിൽ കിടക്കാൻ ഞാൻ ഇടവരരുത്. ഇപ്പൊ ഞാൻ ഈ കുംഭീഭാഗത്തിൽ കിടന്നതിന് കാരണം എന്റെ പൂർവജന്മത്തിൽ ഭഗവാനെ സ്മരിക്കാതിരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആ ഗർഭപാത്രത്തിൽ കിടന്നപ്പോഴും ഞാൻ ഭഗവാനെ ചിന്തിച്ചില്ല. അതിനാണ് ഇപ്പൊ ഞാൻ പുറത്തു വന്ന ശേഷം ബോധമുള്ളപ്പോ ഭഗവാനെ കുറിച്ച് സ്തുതിക്കുന്നത്, സ്മരിക്കുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും പറയണു, യദ്യദ്വൈ തത്ര ദുഃഖം വ്യതയതി നിതരാം ശക്യതേ കേന ഭക്തും. തത്ര യത് വൈ ദുഃഖം നിതരാം വ്യതയതി. അവിടെ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ വേറെ എന്തൊക്കെ തരത്തിലുള്ള പീഡകളാണ് ഞാൻ അനുഭവിച്ചത്, എന്തൊക്കെ വ്യഥകളാണ് ഞാൻ അനുഭവിച്ചത്, അത് പറയാൻ കേന വക്തും ശക്യത. അത് ആർക്ക് പറയാൻ കഴിയും? ആരാൽ പറയാൻ കഴിയും? ആർക്കും പറയാൻ കഴിയില്ല. അത്രയും നമ്മള് 10 മാസമാണ് കഷ്ടപ്പെട്ടുള്ളൂ. ഓരോ നിമിഷവും ആ കാരാഗൃഹത്തില് നമ്മൾ അനുഭവിച്ചതായിട്ടുള്ള യാതനകൾ എണ്ണി 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 പറയണമെങ്കിൽ തീരില്ല എന്ന് പറയുക. അത്രയും പറയാനുണ്ട്. അമ്മയുടെ ഗർഭത്തിലുള്ളതായിട്ടുള്ള പലതരത്തിലുള്ള കൃമികീടങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മളെ കുത്തുണ്ടാവും, കടിക്കുണ്ടാവും. ഇനി അമ്മയുടെ ചലനങ്ങൾ നമ്മളെ എത്ര വിമിഷ്ടപ്പെടുത്തുന്നുണ്ടാവും. അമ്മ ഇരിക്കുമ്പോ, കിടക്കുമ്പോ, നടക്കുമ്പോ, മലന്ന് കിടക്കുമ്പോ, ചരിഞ്ഞു കിടക്കുമ്പോ, കുമ്പിടുമ്പോ, കുളിക്കുമ്പോ എന്ന് പറഞ്ഞ മാതിരി ഓരോന്ന് ചെയ്യുമ്പോഴും ആ ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിന് എത്ര യാതനകൾ അനുഭവിക്കുന്നുണ്ടാവും, അല്ലേ? ഇനി അമ്മയ്ക്ക് വായിക്ക് രുചിയില്ലാതാവും ഗർഭകാലത്ത്. അപ്പൊ അമ്മ എന്തൊക്കെയാണ് എരിവും പുളിയുള്ളതൊക്കെ കഴിക്കുക എന്നറിയില്ല. അതൊക്കെ ഈ കുട്ടിക്ക് എത്ര നീറ്റിലുണ്ടാക്കും ഉള്ളില് എന്നുള്ളത് നമുക്കറിയില്ല. ഇനി അമ്മ കാണുന്നതായിട്ടുള്ള സീരിയലുകള് അല്ലെങ്കിൽ അമ്മ കേൾക്കുന്നതായിട്ടുള്ള പല പരദൂഷണ കഥകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന അമ്മയ്ക്കുള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആധികള്, അതൊക്കെ ഈ കുട്ടിക്ക് എത്ര താപം ഉണ്ടാക്കും, അല്ലേ? അതുകൊണ്ടാണ് ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരാൾക്ക് യാതൊരു ദുഃഖങ്ങളും ഉണ്ടാവാൻ പാടില്ല. അവര് സന്തോഷമായിട്ടിരിക്കണം, ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കണം എന്നൊക്കെ നമ്മുടെ പൂർവികര്, നമ്മുടെ മുത്തശ്ശിമാര്, നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. പക്ഷെ ഇന്നിപ്പോ അതൊക്കെ ഉണ്ടോ? ഗർഭിണികളായിട്ടുള്ളവർ TV, സിനിമ, വേണ്ടാത്തതൊക്കെ കാണും. അപ്പൊ അതിന്റെയൊക്കെ ഉത്കണ്ഠകള്, ആങ്സൈറ്റികൾ, ഇതൊക്കെ ആരെ വേദനിപ്പിക്കുന്നുണ്ട്, ആരെ വ്യാകുലപ്പെടുത്തുന്നുണ്ട്, ആർക്ക് ഇൻസെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്, ആരെ അസ്വസ്ഥരാക്കുന്നുണ്ട്? ഈ ഗർഭത്തിൽ കിടക്കുന്ന ഈ ഉണ്ണിയെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിന്റെയൊക്കെ പ്രതികരണമാണ് പുറത്തു വരുമ്പോ അമ്മയോടും അച്ഛനോടും ഒക്കെ കാണിക്കുക. അതൊന്നും അറിയുന്നില്ല. അതിന്റെയൊക്കെ ഫലമാണ് കുട്ടികള് ജനിച്ചു വരുമ്പോ ഇൻസെക്യൂരിറ്റി അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഇനി ആ കുട്ടി ഗർഭത്തിൽ ഉണ്ടായിരിക്കുമ്പോ ഈ അമ്മമാര് ചിലപ്പോ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ചിന്തിച്ചു പോകും. ഈ ഒരു ഗർഭം ഇപ്പൊ വേണ്ടിയിരുന്നില്ല, അത് എന്നെ കൊണ്ട് വയ്യ, ഇത് കഷ്ടമായി പോയി എന്നൊക്കെ വളരെ ചിന്തിച്ചു പോയാൽ ആ കുട്ടിക്ക് അത് വല്ലാത്തൊരു ഷോക്കായിരിക്കും. അതറിയാം. അമ്മയുടെ ഹൃദയസ്പന്ദനം അറിയുന്ന കുട്ടിയാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പൊ അമ്മയുടെ ഓരോ വിചാര വികാരങ്ങളും ഈ കുട്ടിക്ക് വേദന ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ എണ്ണി എണ്ണി പറയണമെങ്കിൽ പറയാൻ കഴിയില്ല. അതാണ് ഇവിടെ പറയുന്നത്, യദ്യദ്വൈ തത്ര ദുഃഖം വ്യതയതി നിതരാം ശക്യതേ കേന ഭക്തും. അപ്പൊ അവിടെ ആ വേദനകളിൽ പീഡിതനായിരിക്കുന്ന സമയത്ത് എനിക്ക് ഭഗവാനെ ഭജിക്കാൻ കഴിഞ്ഞില്ല.
ആ അപരാധത്തെ ക്ഷമിച്ചാലും ക്ഷന്തവ്യോ മേ അപരാധ ശിവ ശിവ ശിവഭോഹോ ശ്രീ മഹാദേവ ശംഭോ, അല്ലയോ മഹാദേവ ശംഭോ, ഞാൻ ചെയ്ത ആ അപരാധങ്ങളെ അങ്ങ് ക്ഷമിക്കണം. അപ്പോ ഭഗവാനെ സ്മരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ അപരാധം. ഭഗവാൻ നമുക്ക് എല്ലാ അവസരങ്ങളും എല്ലായ്പ്പോഴും തരുന്നുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും അറിയുന്നില്ല, തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഭഗവാനെ വിസ്മരിക്കുന്നു. അപ്പോ ഏറ്റവും വലിയ അപരാധം എന്ന് പറഞ്ഞാല് കൃതജ്ഞതയാണ് അപരാധം. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നതിനെ അറിയാതിരിക്കലും അതിനെ മറക്കലും നശിപ്പിക്കലും നന്ദികേട് കാണിക്കൽ, അതാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. വിസ്മരിക്കുക. അതിന്റെ ഓപ്പോസിറ്റാണ് കൃതജ്ഞത. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ എന്താണ്? കൃതം ജാനാതി, നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നതിനെ അറിയൽ ആണ് കൃതജ്ഞത. അപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുക, നമുക്ക് വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഉള്ളില് ഒരു റെക്കഗ്നിഷൻ ഉണ്ടാവണം. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അവരോട് പെരുമാറും. അപ്പൊ നമ്മൾ നിസ്സാരമായിട്ടുള്ള സഹായം ചെയ്യുന്ന ആളുകൾക്ക് പോലും നമ്മൾ എപ്പോഴും താങ്ക്സ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര വലിയ അനുഗ്രഹമാണ് ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അതിന് നമ്മൾ എത്ര താങ്ക്സ് പറഞ്ഞാൽ മതിയാവും. അതാണ് മഹാത്മാക്കൾ എപ്പോഴും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നത്, അല്ലെ? നാരായണ ഗുരുദേവനൊക്കെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്ന് കൃതജ്ഞതയെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണത്. അല്ലാതെ ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നില്ല. കൃതജ്ഞതയെ പ്രകടിപ്പിക്കുക. എപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം, സമ്മാനം. ആ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഭഗവാന് അതിന് കൃതജ്ഞത രേഖപ്പെടുത്തണം, നന്ദി പറയണം. ഒരു ദിവസം കൂടി എനിക്കിതാ അവസരം തന്നിരിക്കുന്നു, അതിനായിക്കൊണ്ട് അങ്ങേക്ക് എൻ്റെ അളവില്ലാത്തതായിട്ടുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം രാവിലെ നമ്മൾ ആരംഭിക്കാനായിക്കൊണ്ട്, ആ ഒരു ഈശ്വര സ്മരണയോടുകൂടെ. അപ്പൊ എന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും നമ്മൾ എണ്ണുകയാണെങ്കിൽ കൃതജ്ഞത പറയാനേ നേരമുള്ളൂ. പക്ഷെ നമുക്കുണ്ടോ നേരം? നമ്മൾ തന്നതൊക്കെ മറന്ന് തരാത്തതിനുള്ള കംപ്ലൈന്റ് പറയുന്ന ശീലമാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. അതിപ്പോ ആരാണെങ്കിലും, അതിപ്പോ വ്യക്തികളാണെങ്കിലും, നമ്മുടെ അച്ഛനമ്മമാര് നമുക്ക് ചെയ്യുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. അവർ ചെയ്യാത്തതൊക്കെ നമ്മൾ എണ്ണി വെച്ച് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെ? ഭാര്യ ചെയ്യാത്തതിനെ ഭർത്താവ് ഓർമ്മ വെച്ച് പറയും, ചെയ്തതൊന്നും കാണില്ല. ഭർത്താവ് ചെയ്യുന്നതിനെ ഒന്നും ഭാര്യ കാണില്ല, ചെയ്യാത്തതിനെ മാത്രം പറയും. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള രീതിയിൽ ടേക്കൺ ഫോർ ഗ്രാന്റഡ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്. എല്ലാവരും നമുക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓ, ഇതിലിപ്പോ എന്താ അത്ര വലിയ താങ്ക്സ് പറയാനുള്ളത് എന്ന് പറഞ്ഞ് തരാത്തതിനെ ചെയ്യാത്തതിനെ മാത്രം നമ്മൾ എണ്ണി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതാണ് നമ്മുടെ സഹജമായിട്ടുള്ള സ്വഭാവം. അത് ഈശ്വരനോട് നമ്മൾ ഏറ്റവും അധികം കാണിക്കുന്നു. അപ്പൊ ഈശ്വരനോടാണ് നമ്മൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരന്റെ അനുഗ്രഹമാണ്, ഈശ്വരന്റെ സമ്മാനമാണ് എന്ന് വിചാരിക്കുമ്പോൾ നിത്യവും നമ്മൾ ഈശ്വരനെ സ്തുതിക്കുകയും സ്മരിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ഞാൻ ചെയ്തില്ല, പോട്ടെ, കഴിഞ്ഞ ജന്മത്തിലെ കാര്യം നമുക്കിപ്പോ കൺട്രോളില്ല. ഗർഭപാത്രത്തിൽ കിടന്ന കാര്യവും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നു. ബാല്യാവസ്ഥയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട്, ആ ബാല്യത്തിലും എനിക്ക് ഭഗവാനെ ഭജിക്കാൻ സാധിച്ചില്ല, അതിനെന്തൊക്കെയാ കാരണം എന്നെണ്ണി പറയാണ്. ബാല്യേ ദുഃഖാതിരേകാത് മലലൊളിതവ ബഹു സ്തന്യപാനേ പിപാസ നോ ശക്തശ്ചേന്ദ്രിയേഭ്യോ ഭവഗുണജനിതാചന്ദപോ മാം തുദന്തി നാനാരോഗാദി ദുഃഖാത് രുദന പരവശഃ ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ.
വീണ്ടും ക്ഷന്തവ്യോ മേ അപരാധ ശിവ 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 ഭോഹോ ശ്രീ മഹാദേവ ശംഭോ. അപ്പൊ അവസാനത്തെ വരിനി അർത്ഥം ആവർത്തിക്കുന്നില്ല, ഓർമ്മിക്കുക. ബാല്യേ ദുഃഖാതിരേകാത് മലലൊളിതവബുഹു സ്തന്യപാനേ പിപാസ. ബാല്യേ എന്ന് തന്റെ ശൈശവവും ബാല്യവും സ്മരിച്ചുകൊണ്ട് പറയുകയാണ്. ബാല്യം എന്നാൽ ഇവിടെ ശൈശവം ബാല്യം എല്ലാം പെട്ടു. ശൈശവം എന്ന് പറഞ്ഞാൽ ശിശുവിന്റെ ഭാവം. ശിശു എന്ന് പറയുമ്പോൾ നിലത്തഴഞ്ഞും നീന്തിയും മുട്ടുകുത്തിയും നടക്കുന്ന പ്രായമൊക്കെ ശൈശവമാണ്. അത് കഴിഞ്ഞ് പതുക്കെ നടക്കാൻ തുടങ്ങിയാൽ ബാല്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഓരോ ഘട്ടത്തിനും നമ്മുടെ സംസ്കൃത ഭാഷയിൽ പേരുകളുണ്ട്. 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പൗഗണ്ഡം എന്ന് പറയും. 6 വയസ്സിന് മുകളിൽ കൗമാരം എന്ന് പറയും. 9 വയസ്സ് വരെ, 9-ന് മുകളില് 16 വരെ കൈശോരം എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് യൗവനം എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ 10-15 വയസ്സുള്ള അവസ്ഥ വരെ മൊത്തത്തിലും ബാല്യം എന്ന് പറയാം. ഇവിടെ അതുവരെയുള്ള പ്രായത്തിനെയാണ് ഇവിടെ ബാല്യം എന്ന് പറഞ്ഞത്. ബാല്യത്തിൽ ദുഃഖാതിരേകാത് മലലൊളിത വബുഹു. ഇവിടെ ദുഃഖാതിരേകാത് എന്ന് പറയുമ്പോ നമുക്ക് ബാല്യത്തിൽ അവശത പരിമിതികൾ ഏറ്റവും കൂടുതലാണ്, അല്ലേ? ജനിച്ച ഉടനെ മലന്ന് അമ്മ എവിടെ കിടത്തിയോ അവിടെ കിടക്കാനല്ലാതെ വേറെ ഒന്നിനും കഴിയില്ല. കയ്യും കാലോട്ട് കുടയാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോ ഒന്ന് കമിഴാൻ പോലും സാധ്യമല്ല. നീന്താനും മുട്ടുകുത്താനൊന്നും ആയിട്ടേ ഇല്ല. അങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥയിൽ മലന്ന് കിടന്നുകൊണ്ട് കയ്യും കാലോട്ട് കുടഞ്ഞ് കരയുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ നിവൃത്തില്ല. അപ്പോഴോ മലലുളിത വബുഹു, മലത്തിൽ മുങ്ങിയ ശരീരം എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. തിരിഞ്ഞു നോക്കാൻ ആളില്ല. അമ്മയ്ക്ക് അമ്മയുടെ പ്രാരബ്ധങ്ങള്, അമ്മയുടെ തിരക്കുകള് അതിന് പോയി. അപ്പൊ നമ്മൾ ഈ കിടന്നതിൽ തന്നെയാ കിടക്കുന്നത്, അല്ലേ? ഇന്നത്തെ പുതിയ രീതിയിൽ എന്തൊക്കെയാണ് കുട്ടികൾക്ക് വെച്ച് കെട്ടുന്ന സാധനങ്ങൾ, സ്നഗ്ഗീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കെട്ടുന്നുണ്ട്. അതിന്റെ ഉള്ളിലാണെങ്കിൽ ആരും അറിയൂല്ല. അപ്പോൾ അത് പോയിട്ടുണ്ടോ, 1ഉം 2ഉം പോയോ എന്നൊന്നും അറിയുക പോലുമില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ തുറന്നു കിടക്കുമായിരുന്നു, കാണാനെങ്കിലും പറ്റും. ഇതിപ്പോ അതുമില്ല. അപ്പൊ അവസ്ഥ നോക്കുക. മലലുളിത വബുഹു, മലത്തിൽ മുഴുകിയതായിട്ടുള്ള ശരീരം. അപ്പൊ ആ മലത്തിൽ തന്നെയുള്ളതായിട്ടുള്ള കൃമികളൊക്കെ കടിക്കുന്നുണ്ടാവും, അതിന്റെ അസ്വസ്ഥതകൾ ഉണ്ടാവും, അല്ലേ? അതിന്റെയൊക്കെ ഫലമാണ് അങ്ങനെ മലത്തിലൊക്കെ കുട്ടികൾ കിടന്ന് വളരുമ്പോഴാണ് വലുതാവും തോറും അച്ഛനമ്മമാരോട് കുട്ടികൾക്ക് വിദ്വേഷം വളർന്നു വരിക, പറഞ്ഞാൽ അനുസരണ ഇല്ലാതാവുക. അപ്പൊ തന്നെ നല്ലോണം ശ്രദ്ധിക്കുന്ന അമ്മമാരായിരുന്നുവെങ്കിൽ കുട്ടികൾ മലമൂത്രാദി വിസർജനം ചെയ്ത് അപ്പൊ തന്നെ അത് ശുദ്ധി ചെയ്ത് കുട്ടികളെ മാറ്റിക്കിടത്തുന്ന ശ്രദ്ധ കാണിക്കുന്ന അമ്മമാരാണെങ്കിൽ കുട്ടികൾക്ക് ഭാവിയിൽ ആ അമ്മമാരോട് ആ ഒരു കെയർ തിരിച്ചും ഉണ്ടാവും. ഇന്ന് അതില്ലാത്തതിന്റെ കുഴപ്പമാണ് അമ്മമാരൊക്കെ വൃദ്ധാശ്രമത്തിലേക്ക് എത്തുന്നത്. മലലുളിത വബുഹു സ്തന്യപാനേ പിപാസ. സ്തന്യപാനം പാല് കുടിക്കാനുള്ളതായിട്ടുള്ള പിപാസ ദാഹം. അപ്പൊ പാല് കുടിക്കാൻ വേണ്ടി ദാഹിച്ചുകൊണ്ട് കരയുകയാണ്. പക്ഷെ കേൾക്കാൻ ആളുണ്ടോ? അമ്മ എവിടെയെങ്കിലും പണിത്തിരക്കിലായിരിക്കും. അമ്മയുടെ സൗകര്യത്തിന് വന്നിട്ട് തരും. ഇനി നോ ശക്തശ്ചേന്ദ്രിയേഭ്യോ ഭവഗുണജനിതാ ജന്തവോ മാം തുദന്തി. നോ ശക്തഃ ച ഇന്ദ്രിയേഭ്യഃ. ഇന്ദ്രിയേഭ്യഃ ശക്തഃ ന. ഇന്ദ്രിയങ്ങൾക്കൊന്നും ഒരു ശക്തിയില്ല. കണ്ണുകൊണ്ട് നല്ലോണം ദൂരെയുള്ളതിനെയൊന്നും കാണാറ് പോലും ആയിട്ടില്ല, കാതുകൊണ്ട് കേൾക്കാറായിട്ടില്ല. ബാക്കി ഇന്ദ്രിയങ്ങൾ കയ്യും കാലും ഒന്നും ശക്തിയുള്ളതായിട്ടില്ല. ഒന്ന് പിടിക്കാനോ എണീക്കാനോ ഒന്നിനുമുള്ള ശക്തി ആയിട്ടില്ല. ഇന്ദ്രിയേഭ്യഃ നോ ശക്തഃ. അതുകൊണ്ട് തന്നെ എന്താണ്? ഭവഗുണജനിതാ ജന്തവഃ മാം തുദന്തി. ഭവഗുണം എന്ന് പറഞ്ഞാൽ സംസാര ഗുണം, സംസാരത്തിന്റെ സ്വഭാവം. അപ്പോ എന്താണ് സംസാരത്തിൽ ഉണ്ടാവുക? കൃമികള്, കൊതു, ഈച്ച, ഉറുമ്പ്, പ്രാണികള്, ഇങ്ങനെ പലതും വന്ന് മാം തുതന്തി, എന്നെ വേദനിപ്പിക്കുന്നു, എന്നെ കടിക്കുന്നു, നോവിക്കുന്നു, വേദനിപ്പിക്കുന്നു. അപ്പൊ ഉറുമ്പ് കടിക്കുന്നുണ്ട്, കൊതു കടിക്കുന്നുണ്ട്, ഈച്ച കടിക്കുന്നുണ്ട്, പല ഇഴജന്തുക്കൾ വന്ന് കടിക്കും. ഇതൊക്കെ കടിച്ചാലും അത് എങ്ങനെയാണ് പ്രതികരിക്കുക? വെറുതെ കരയാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഈ കരയുന്നത് എന്തിനാണെന്ന് കേൾക്കുന്ന അമ്മയ്ക്ക് അറിയോ? അതും അറിയില്ല. അമ്മ വിചാരിക്കുന്ന കുട്ടി വിശന്നിട്ടാണ് കരയുന്നതെന്ന് വിചാരിച്ചിട്ട് വന്ന് പാല് കൊടുക്കും. വാസ്തവത്തിൽ വയറ് വേദനിച്ചിട്ടായിരിക്കും കരയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഉറുമ്പ് കടിച്ചിട്ടായിരിക്കും കരയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ദഹനക്കേട് കൊണ്ടായിരിക്കും കരയുന്നുണ്ടാവുക. എന്തെങ്കിലും കാരണം ഉണ്ടാവും, അസ്വസ്ഥത.
പക്ഷെ എന്താണെന്ന് അമ്മമാർക്ക് പോലും അറിയില്ല. അത് പറയാൻ നാവിനും ശക്തിയില്ല. ഇന്ദ്രിയേഭ്യ നോ ശക്ത നോ ശക്തശ്ചേന്ദ്രിയേഭ്യോ ഭവഗുണജനിതാ ജന്തവോ മാം തുദന്തി. അപ്പൊ ഇതുപോലെയുള്ള അവസ്ഥയൊക്കെ തന്നെയാണ് രൗരവം, കൃമിഭോജനം എന്നൊക്കെയുള്ള നരകങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നരകങ്ങളുടെ വർണ്ണിക്കുമ്പോൾ കൃമിഭോജനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നരകങ്ങളുണ്ട്. നമ്മള് ഇവിടെ ജന്തുക്കളെയൊക്കെ തിന്നുന്നതിന്റെ ഫലമായിട്ട് അവിടെ ആ ജന്തുക്കൾ കൃമികളായിട്ട് കാത്തുകിടക്കും. നമ്മൾ മരിച്ച് പരലോകത്ത് നരകത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ ആ കൃമികളുടെ രൂപത്തിൽ ജീവനോടെ പച്ചയ്ക്ക് നമ്മുടെ ശരീരത്തെ, യാതനാ ശരീരം എന്ന് പറയും അവിടെ ഒരു ശരീരം. ഈ സ്ഥൂല ശരീരം ഇവിടെ മണ്ണിലിട്ടിട്ട് പോയാലും നമ്മൾ വേറൊരു ശരീരം കൊണ്ടാ നരകത്തിൽ പോവുക, യാതനാ ശരീരം. ആ യാതനാ ശരീരത്തില് ഈ കൃമികൾ കടിച്ചു വലിക്കും എന്നാണ് നമ്മുടെ നരകസങ്കല്പം പറയുന്നത്. ഭാഗവതത്തിൽ അഞ്ചാം സ്കന്ധത്തിൽ പറയും. ഇപ്പൊ കൃമിഭോജനം, അതുപോലെ രൗരവം, രുരുക്കൾ എന്ന് പറഞ്ഞതായിട്ട് കൃമികള് വലിയ വലിയ കൃമികളാണ്, അത് നമ്മളെ കടിച്ചു വലിക്കും. ഇപ്പൊ നമ്മൾ അതല്ലേ അനുഭവിക്കണ. കൊറോണ എന്നുള്ള കൃമിയാൽ ഭക്ഷിക്കപ്പെട്ടുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇവിടെ കഴിയുന്നത് ഓരോരുത്തരും. ആ കൃമി ചിലരെ രോഗം ബാധിച്ച് ഭക്ഷിക്കുന്നു, അല്ലാത്തവരെ നമ്മളെ തപിപ്പിച്ചുകൊണ്ട് നമുക്ക് വരുമോ 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 എന്നുള്ളതായിട്ടുള്ള ഭയം നമ്മളെ ഭുജിക്കുന്നു അല്ലേ. അപ്പൊ കൃമിഭോജനം നമ്മൾ ഇവിടെ ഭൂമിയിൽ തന്നെ അനുഭവിക്കുന്നുണ്ട് എന്നറിയാം. നരകങ്ങള് സാങ്കല്പികമൊന്നുമല്ല, ഇവിടെ തന്നെ നമുക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവിക്കാം. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താണ്? നമ്മുടെ പൂർവജന്മ കർമ്മങ്ങളാണ് എന്നറിയാം. അപ്പൊ ഭവഗുണജനിത ജന്തവോ മാം തുദന്തി നാനാ രോഗാദി ദുഃഖാത് രുദന പരവശഃ. നാനാ രോഗാദി ദുഃഖങ്ങളെ കൊണ്ട്, എന്തൊക്കെ രോഗങ്ങൾ ബാല്യകാലത്തിൽ ബാലപീഡകൾ, പലതരത്തിലുള്ള അരിഷ്ടങ്ങള് കുട്ടികൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിസാര കാര്യങ്ങൾ മതി കുട്ടികൾ മരിച്ചു പോകാൻ തന്നെ അല്ലേ. അങ്ങനെയുള്ള വളരെയധികം പീഡിപ്പിക്കുന്നതായിട്ടുള്ള അസുഖങ്ങൾ ബാല്യകാലത്തുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള രോഗാദി ദുഃഖാത് രുദന പരവശഃ, രോദനം കൊണ്ട് കരഞ്ഞു കരഞ്ഞു തളർന്നവനായിട്ട്, വേറൊന്നിനും ശക്തിയില്ലാത്തവനായിട്ട് ശങ്കരം ന സ്മരാമി, ആ ശങ്കരനെ ഞാൻ സ്മരിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും ആ ശൈശവത്തിലും ബാല്യത്തിലും ഇങ്ങനെയുള്ള പീഡകളെ കൊണ്ട് ഭഗവാനെ ഭജിക്കാനായിക്കൊണ്ട് നമുക്ക് തോന്നാറില്ല. കാരണം തോന്നണമെങ്കിൽ പൂർവജന്മ സംസ്കാരം വേണം, ഭാഗ്യം വേണം, സുഹൃതം വേണം. അല്ലെങ്കിൽ പ്രഹ്ലാദനെ പോലെ ഗർഭത്തിലിരിക്കുമ്പോൾ നാരദ മഹർഷിയെ പോലെയുള്ള ഒരു സജ്ജനവുമായിട്ടുള്ള സംഘം ലഭിക്കണം അല്ലേ. അങ്ങനെയുള്ള പുണ്യാത്മാക്കൾക്ക് ഭാഗ്യം കൊണ്ട് ബാല്യത്തിൽ തന്നെ ഈശ്വര സ്മരണ ഉണ്ടാവും. ഇവിടെ ശങ്കരാചാര്യരെ സംബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞതൊന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം ഒരു സുഹൃതിയാണ് അല്ലെ, ഈശ്വര അവതാരമായിട്ട് തന്നെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥയല്ല ഇതൊന്നും, നമ്മളൊക്കെ അനുഭവിക്കുന്ന അവസ്ഥയാണ് ഇവിടെ പച്ചയ്ക്ക് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ മറന്നു, മായ കൊണ്ട് നമ്മളെല്ലാം മറന്നു. എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. ഇനിയും ഇതൊക്കെ നമുക്ക് കാത്തിരിപ്പുണ്ട്. നമ്മൾ ഇപ്പൊ കിട്ടിയ അവസരത്തെ, ഈ യൗവനത്തെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള വയസ്സിനെയൊക്കെ നമ്മൾ ഓരോ ദിവസങ്ങളും ആരോഗ്യമുള്ളപ്പോ നല്ല രീതിയിൽ അതിനെ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ഇത് തന്നെയായിരിക്കും. വീണ്ടും ഇതേ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഈ സ്തോത്രം നമ്മളെ സഹായിക്കുന്നത്. അപ്പോ നാനാരോഗാദി ദുഃഖാത് രുദന പരവശഃ ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. ഇതിൽ കൂടുതലായിട്ടും ശൈശവാവസ്ഥയെ കുറിച്ചാ പറഞ്ഞ. ബാല്യത്തിലെ മറ്റുള്ള അല്ലേ, ആ കാലത്താണെങ്കിൽ 5-6 വയസ്സ് കഴിയുമ്പോഴേക്കും ഉപനയനം കഴിഞ്ഞ് 7 വയസ്സാകുമ്പോഴേക്കും ഗുരുകുലത്തിൽ കൊണ്ടാക്കും. ഒരു 12 കൊല്ലം ഗുരുകുലത്തിൽ അമ്മയച്ഛന്മാരെ പിരിഞ്ഞുകൊണ്ട് കഴിയണം. വല്ലപ്പോഴും അച്ഛനും അമ്മയും കാണാൻ വരും, അല്ലെങ്കിൽ വല്ലപ്പോഴും അനധ്യയന ദിവസങ്ങളിൽ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് ചെല്ലാം. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഗുരുകുല സമ്പ്രദായം. അപ്പൊ ഗുരുവിന്റെ ഗൃഹത്തിലുള്ളതായിട്ടുള്ള എന്തൊക്കെയാണോ ഭൗതിക സുഖങ്ങൾ ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ, അതൊക്കെ അനുഭവിച്ചുകൊണ്ട് അവിടെ ഗുരുവിനെ സേവിച്ചുകൊണ്ട് 12 കൊല്ലം കഴിഞ്ഞുകൂടണം. അതൊക്കെ എത്രയോ ഭേദം ഇന്നത്തെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ അല്ലേ. ഇന്നത്തെ കുട്ടികള് 2 വയസ്സ് കഴിയുമ്പോഴേക്കും അമ്മമാർക്ക് ജോലിക്ക് പോകണം. അപ്പൊ അതിന് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകും. അവർക്കുണ്ടോ വല്ല ദാക്ഷിണ്യവും? അവരുടെ കുട്ടിയല്ലല്ലോ.
അപ്പൊ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തതായിട്ടുള്ള പാലൊക്കെ അവർ കുടിച്ചിട്ട് കുട്ടിക്ക് ഒന്നും കൊടുക്കാതെ പട്ടിണിക്കുന്ന ആൾക്കാരുണ്ട്. കുട്ടിയെ അശ്രദ്ധമായിട്ട് എവിടെയെങ്കിലും കിടത്തിയിട്ട് TV കാണുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടി ആയി കഴിഞ്ഞാൽ ആ കുട്ടിയെ എന്താ പറയുക, ബേബി കെയർ സെന്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ക്രഷ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡേ കെയർ, അല്ലെങ്കിൽ എന്താ പറയുക pre-KG, LKG, UKG എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങള്, അംഗനവാടി, ഇതിലൊക്കെ കൊണ്ടുപോയി കുട്ടികളെ തള്ളും. ഇന്നത്തെ കുട്ടികളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. പണ്ടൊക്കെ 7 വയസ്സ് കഴിഞ്ഞിട്ട് ഗുരുകുലത്തിൽ പോയാൽ മതിയായിരുന്നു, അല്ലേ? ഇന്നിപ്പോ ചുമക്കാൻ പറ്റാത്ത ഭാണ്ഡവും കുട്ടികൾ മുതുകത്ത് ചുമന്നുകൊണ്ട് രാവിലെ എത്ര നേരത്തെയാണ് അവരെയൊക്കെ എണീപ്പിച്ച് വിട്ട് സ്കൂൾ ബസ് വരുമ്പോഴേക്കും അതിലേക്ക് തള്ളി കയറ്റുന്നത്. കുട്ടികളുടെ കണ്ണ് തുറന്നുണ്ടാവില്ല, അപ്പോഴേക്കും സ്കൂൾ ബസ്സിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. നല്ലൊരു ഭക്ഷണം അവർക്ക് രാവിലെ മനസ്സിരുത്തി കഴിക്കാൻ സാധിക്കാറില്ല. ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത് തണുത്ത് ആറി ഇതായിട്ടുള്ള ഭക്ഷണം. നല്ല ഭക്ഷണം ചൂടോടെ അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയുടെ ഒക്കത്തിരുന്നുകൊണ്ട് നല്ല പാട്ടുകൾ പാടിക്കൊണ്ട് കഥ പറഞ്ഞുകൊണ്ട് അമ്മയുടെ വായിൽ കൊടുക്കുന്ന പ്രായത്തില് കുട്ടികള് അവിടെ തണുത്ത് ആറിയതായിട്ടുള്ള ഭക്ഷണങ്ങള്, ഒന്നിനും കൊള്ളാത്ത ഭക്ഷണം അവിടെ കഴിച്ചും കഴിക്കാതെയുമായിട്ട് കളയുകയാണ്. അപ്പൊ ഇന്നത്തെ കുട്ടികളുടെ കാര്യമാണ് കഷ്ടം. അത് കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിലേക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ കോമ്പറ്റീഷൻ തുടങ്ങുക. ഈ പഠിപ്പല്ല, കോമ്പറ്റീഷനാണ് പഠിക്കുന്നത്, അല്ലേ? പിന്നെ വെറും കോമ്പറ്റീഷനിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യണതെന്ന് ആരും അറിയുന്നില്ല. അച്ഛനമ്മമാർക്കാണ് ഏറ്റവും അധികം മത്സര ബുദ്ധി. ആ കുട്ടികളെ ആ മത്സരത്തിൽ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ത്വരയാണ്. റാങ്ക് വാങ്ങിക്കൊണ്ടേയിരിക്കണം, കുട്ടികൾ A+ വാങ്ങിച്ചുകൊണ്ടേയിരിക്കണം, സമ്മാനങ്ങൾ വാങ്ങിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ സമ്മാനങ്ങളും കുട്ടികൾ വരുമ്പോൾ ഇവിടെ എലേറ്റഡ് ആവുന്നത് അച്ഛനമ്മമാരാണ്. അവർക്ക് സാധിക്കാത്തതൊക്കെ ഈ കുട്ടികളിലൂടെ സാധിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കുട്ടികളുടെ കാര്യമാണ് കഷ്ടം. ചിന്തിക്കുക. ഇപ്പൊ എല്ലാം ചിന്തിക്കാൻ പറ്റുന്നൊരു ബ്രേക്ക് കിട്ടിയിരിക്കുകയാണ് നമുക്ക്, ഒരവസരം. വീട്ടിലിരുന്ന് ചിന്തിക്കുക നമുക്ക്, നമ്മൾ എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നത്. അതിനൊക്കെയുള്ള ഒരു പ്രതികാരമാണെന്ന് പ്രകൃതി നമ്മളോട് ചെയ്യുന്നത്. നമ്മളിങ്ങനെ കണ്ണടച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള ഒരു മത്സര ഓട്ടം. അതിന് പ്രകൃതി നമ്മളെ ഒരു ബ്രേക്ക് ഇട്ടിട്ട് ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ ഓടുന്നതൊന്ന് കാണട്ടെ എന്ന് ചിന്തിക്കുക. അടുത്ത ശ്ലോകം യൗവനത്തെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. പ്രൗഢോഹം യൗവനസ്ഥോ വിഷയ വിഷധരൈഃ പഞ്ചഭിർമർമ്മസന്ധൗ ദഷ്ടോ നഷ്ടോ വിവേകഃ സുതധന യുവതി സ്വാദ സൗഖ്യേ നിഷണ്ണഃ ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഘോ മാനഗർവാധിരൂഢം ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. ഇവിടെ പ്രൗഢോഹം യൗവനസ്ഥഃ, യൗവനസ്ഥഃ യൗവനത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ ഞാൻ. പ്രൗഢഃ അഹം. പ്രൗഢഃ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ, ഊഢഃ എന്ന് പറഞ്ഞാൽ നല്ലോണം വളർന്നവൻ, വഹിക്കപ്പെട്ടവനാണ്. ഊഹ് എന്നുള്ള ധാതുവിൽ നിന്നാണ് വഹ് എന്നുള്ള രൂപം ഉണ്ടായിട്ട് വഹിക്കുക എന്നുള്ളതിന്റെ രൂപാന്തരമാണ് പ്രൗഢ ശബ്ദം. നല്ലതുപോലെ വളർത്തപ്പെട്ടവൻ, വളർന്നവൻ, വർദ്ധിച്ചവൻ എന്നർത്ഥം. നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നിവർന്നു നിൽക്കുന്നതായിട്ടുള്ള, ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള, ഞെളിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള കാലമാണ് യൗവനം, അല്ലെ? നട്ടെല്ല് ഇങ്ങനെ നിവർത്തിക്കൊണ്ട് നെഞ്ച് വിരിച്ച് എന്നെപ്പോലെ ആരുമില്ല എന്ന് വളർന്നു നിൽക്കുന്ന കാലം. അത് കഴിഞ്ഞാൽ മധ്യവയസ്സ് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് കുനിയാൻ തുടങ്ങും. ഭാരം കൊണ്ട്, ജീവിത ഭാരം കൊണ്ട് തലയും മുതുകുമൊക്കെ കുനിയാൻ തുടങ്ങും. അപ്പോൾ ഒരു 40 വയസ്സ് വരെയാണ് ഒരു മനുഷ്യന്റെ പ്രൗഢകാലം. 18 തുടങ്ങി 40 വരെ പ്രൗഢൻ. അതാണ് പ്രൗഢോഹം യൗവനസ്ഥഃ വിഷയ വിഷധരൈഃ പഞ്ചഭിർമർമ്മസന്ധൗ ദഷ്ടോ. വിഷയ വിഷധരൈ പഞ്ചഭിഹി. പഞ്ചഭിഹി എന്ന് പറഞ്ഞാൽ പഞ്ച ഇന്ദ്രിയൈഹി എന്നർത്ഥം. 5 ഇന്ദ്രിയങ്ങൾ എന്താ കൊണ്ടുവന്നു തരുന്നത്? വിഷയ വിഷങ്ങളെ ധരിച്ചു കൊണ്ടുവരികയാണ്. വിഷയങ്ങളാകുന്ന വിഷങ്ങള്, ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാണ് 5 വിഷയങ്ങള്. ഈ 5 വിഷയങ്ങളെ ആഹരിച്ചു കൊണ്ടുവരലാണ് ഈ 5 ഇന്ദ്രിയങ്ങളുടെ പണി. ഇത് ഓരോന്ന് കൊണ്ടുവരും തോറും അത് വിഷമാണ്. അത് എന്താ വെച്ചാൽ നമ്മളെ ക്ഷയിപ്പിച്ചുകൊണ്ടേയിരിക്കും.
വീണ്ടും വീണ്ടും അത് വേണം വേണം എന്നുള്ളതായിട്ടുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിച്ച് നമ്മളെ നീറിപ്പിക്കുന്ന വിഷമാണ് ഈ വിഷയങ്ങളെല്ലാം. എത്ര അനുഭവിച്ചാലും മതിയാവാത്ത വിഷം. അല്ലെ, പാമ്പ് കടിച്ച അപ്പ തീരും പണി. പക്ഷെ ഈ വിഷം കഴിച്ചാല് നമ്മൾ നീറിയിട്ട് ഇഞ്ചിഞ്ചായിട്ടാണ് നമ്മൾ മരിക്കുക എന്ന് പറയുക. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങളെ 5 പാമ്പുകളോട് ഉപമിക്കാം. നമ്മളെ 5 പാമ്പുകൾ ഇങ്ങനെ ആവർത്തിച്ച് കടിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷമയമായിട്ടുള്ള പാമ്പുകൾ. ഇപ്പൊ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും 5 പ്രാണനും ഒക്കെ തന്നെയാണ് 5 തലയുള്ള സർപ്പം. ആ 5 തലയുള്ള സർപ്പത്തെ പുരാണങ്ങളിൽ മുരാസുരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മുരാസുരനെ ജയിച്ചാലേ നരകാസുരനെ ജയിക്കാൻ പറ്റുള്ളൂ. അല്ലെ, നരകാസുരവധം എന്നുള്ളതായിട്ടുള്ള ഒരു കഥയുണ്ട് ഭാഗവതത്തില്. ആ നരകാസുരൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അഹങ്കാരമാണ്. ആ അഹങ്കാരത്തെ ജയിക്കണമെങ്കിൽ അതിനു മുമ്പേ 5 ഇന്ദ്രിയങ്ങളാകുന്ന മുരാസുരനെ ജയിക്കണം, 5 പ്രാണങ്ങളെ ജയിക്കണം. അത് കഴിഞ്ഞാലേ നരകാസുര വധം കഴിഞ്ഞ് നമ്മള് ഈശ്വര പ്രാപ്തി നമുക്ക് ഉണ്ടാവുള്ളൂ. അതാണ് 16,000 ജീവന്മാര് ഭഗവാനെ പ്രാപിച്ചു. അതാണ് 16,000 കന്യകമാര് ഭഗവാനെ ഭർത്താവാക്കി സ്വീകരിച്ചു എന്ന് പറയുന്നതിന്റെ തത്വം. അപ്പൊ ഓരോ ജീവന്മാർക്കും ഈശ്വര പ്രാപ്തി എന്ന പരമാനന്ദം അനുഭവിക്കണമെങ്കിൽ നരകാസുര വധം ചെയ്യണം. ആ നരകാസുരൻ എന്ന് പറഞ്ഞാല്, നരകം എന്ന് പറഞ്ഞാൽ നരനെ ദുഃഖിപ്പിക്കുന്നത്. നരാണാം ഖം ഇതി നരകം, നരന്മാർക്ക് ദുഃഖമായിരിക്കുന്നത്. എന്താണ് നമുക്ക് ഏറ്റവും വലിയ ദുഃഖം? നമ്മുടെ അഹങ്കാരമാണ് നമ്മുടെ ദുഃഖ കാരണം. ആ അഹങ്കാരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? മുരാസുരൻ എന്ന നമ്മുടെ 5 ഇന്ദ്രിയങ്ങള്, 5 പ്രാണങ്ങൾ, മനസ്സ് എന്നൊക്കെ അർത്ഥം. ഈ മനസ്സിന്റെ തത്വമാണ് മുരാസുരൻ. അപ്പൊ മനസ്സുകൊണ്ടാണ് നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. അത് 5 തലയുള്ള പാമ്പാണ് ഈ മനസ്സ്. അതിനെ ജയിച്ചാലേ നമുക്ക് നരകാസുരനെ ജയിക്കാൻ പറ്റുള്ളൂ, എങ്കിലേ നമുക്ക് ഈശ്വരനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 5 വിഷധരങ്ങളായ പാമ്പുകളോട് ഉപമിച്ചിരിക്കുന്ന വിഷയ വിഷധരൈ പഞ്ചഭിഹി മർമ്മസന്ധൗ ദഷ്ടഃ. മർമ്മസന്ധികളിൽ ദംശിക്കപ്പെട്ടു ഞാൻ. നമ്മുടെ മർമ്മസന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി തന്നെയാണ്. നമ്മുടെ മനസ്സും ബുദ്ധിയും തന്നെയാണ് മർമ്മസന്ധി. ആ മർമ്മസന്ധികളിൽ ഈ വിഷയങ്ങളാകുന്ന വിഷത്തെ ധരിച്ചു കൊണ്ടുവരുന്ന 5 ഇന്ദ്രിയങ്ങളാൽ നമ്മൾ കടിക്കപ്പെട്ടു. അതുകൊണ്ട് എന്തായി? നഷ്ടോ വിവേക, വിവേകം നഷ്ടമായി, വിചാരം നഷ്ടമായി. ആ വിഷയങ്ങളുടെ വിഷത്തിൽ ബാധിക്കപ്പെട്ട് മോഹിതരായി തീർന്നു, നമ്മൾ മൂഢരായി തീർന്നു. അങ്ങനെ എന്തായി? സുത ധന യുവതി സ്വാദ സൗഖ്യേ നിഷണ്ണഃ. സുതന്മാരെന്ന് പറഞ്ഞാൽ പുത്രന്മാരോടുള്ളതായിട്ടുള്ള സ്നേഹ വാത്സല്യങ്ങള്, അല്ലെ, അവരുടെ കിളിക്കൊഞ്ചലുകളിലൊക്കെ മയങ്ങി അവര് പറയുന്നതൊക്കെ, അവരിങ്ങോട്ട് ആടുരാമ ചാടുരാമ എന്ന് പറയുമ്പോൾ തലകുത്തി മറിഞ്ഞ് അവരുടെ മുമ്പില് കളിക്കുട്ടികളായി നമ്മൾ മാറുന്നു. അവർ ആഗ്രഹിച്ചതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു, അവരെ സന്തോഷിപ്പിക്കുന്നു. എന്താ? നമുക്ക് അവരുടെ കിളിക്കൊഞ്ചൽ കേൾക്കാനുള്ള ഒരു താല്പര്യം. ആ സുതന്മാരിൽ മയങ്ങിയിട്ട് ധനത്തിലുള്ള ആക്രാന്തം കൊണ്ട് യുവതി, അല്ലെ, കാമുകിമാരിലോ ഭാര്യമാരിലോ ഒക്കെ ഭ്രമിച്ചുകൊണ്ട് സ്ത്രീയുടെ അടിമയായിട്ട് അതിന്റെ സ്വാദസൗഖ്യേ നിഷണ്ണഃ, അവരെ ആസ്വദിക്കുന്ന സൗഖ്യത്തിൽ മുഴുകിയവനായിട്ട്, അത് ആ സ്വാദിൽ ആസ്വദിക്കുന്നതിൽ നിഷണ്ണനായി. നിഷണ്ണൻ എന്ന് പറഞ്ഞാൽ നിതരാം ഷണ്ണഹ, നല്ലോണം തളർന്നവൻ, അവശൻ എന്നൊക്കെ അർത്ഥം. അതിന് അവശനായിട്ട്, കാരണം അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുന്നില്ല. കുട്ടികളുടെ വാത്സല്യ അല്ലെങ്കിൽ സ്നേഹ അതിന്റെ പാശത്തിൽ നിന്ന് പലർക്കും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അതുപോലെ ഭാര്യയുടെ പാശത്തിൽ നിന്ന്, സ്നേഹപാശത്തിൽ നിന്ന്, കാമുകിമാരുടെ പാശത്തിൽ നിന്നൊന്നും പലർക്കും രക്ഷപ്പെടാൻ കഴിയുന്നില്ല, നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് മൂക്കൊണ്ട് ക്ഷ അണ്ണ എന്ന് വരച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും. അപ്പൊ സുതധന യുവതി സ്വാദ സൗഖ്യേ നിഷണ്ണഃ. അതുകൊണ്ട് തന്നെ ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ. അഹോ മമ ഹൃദയം ശൈവീ ചിന്താവിഹീനം. എന്റെ മനസ്സ്, എന്റെ ഹൃദയം ശിവചിന്തയെ ഇല്ലാത്തതായി തീർന്നു, ഈശ്വര ചിന്തയെ ഇല്ലാതെ. ഈശ്വരനെ കുറിച്ച് സ്മരിക്കാനുള്ള പ്രായമല്ല യൗവനം, അല്ലേ? ഇനി ആരെങ്കിലും യുവാക്കള് ഈശ്വരന്റെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് കണ്ടാൽ, അല്ലെ, പല സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നത് കേട്ടാലൊക്കെ പരിഹസിക്കും. നമ്മളെ നശിച്ചു. ആരെങ്കിലും കരകയറുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഈ ഞണ്ടുകൾ പരസ്പരം വലിച്ചുള്ളിലേക്ക് കുഴിയിലേക്ക് ഇടുന്നത് പോലെ നമ്മൾ അവരെ പരിഹസിച്ച്
അവരെ സത്സംഗത്തിന് പോകാതെയാക്കും, അവരെ സത്കർമ്മങ്ങൾ ചെയ്യാതെയാക്കും, പരിഹസിക്കും. അപ്പൊ അഹങ്കാരം കൊണ്ട് മാനഗർവാതിരൂഢം എന്ന് പറയുന്നുണ്ട്. മാനഗർവം അതിരൂഢമായിട്ട്, മാനവും ഗർവവും, മാനം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കുറിച്ച് തന്നെ ഒന്ന് അളന്നു വെച്ചിട്ടുണ്ട്. മാനം എന്ന് പറഞ്ഞാൽ അവനവനെ കുറിച്ച് ഉണ്ടാക്കിയ ഒരു അളവ്, ഞാൻ എത്ര കേമനാണ് എന്നുള്ളതായിട്ടുള്ള ഭാവം, എന്നെ പോലെ ആരും ഇല്ല എന്നുള്ളതായിട്ടുള്ള ഭാവം. ഗർവം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രകടന ഭാവം, ദമ്പ്, പ്രൈഡ് എന്നൊക്കെ പറയാം, അറഗൻസ് എന്നൊക്കെ പറയാം. ആ അറഗൻസും അതിരൂഢം നല്ലതുപോലെ വർദ്ധിച്ച പ്രായമാണ് യൗവനം. അപ്പൊ ആ കാലത്ത് ഈശ്വര ചിന്ത ഉണ്ടാവുകയേയില്ല. അങ്ങനെ ഞാൻ എന്റെ യൗവനവും പാഴാക്കി കളഞ്ഞു, ഭഗവത് ചിന്തയില്ലാതെ. ക്ഷന്തവ്യോ മേ അപരാധ ശിവ ശിവ ശിവഭോഹോ ശ്രീ മഹാദേവ ശംഭോ എന്ന് ആചാര്യ ഭഗവത്പാദർ പ്രാർത്ഥിക്കണം. ശങ്കരാചാര്യരുടെ യൗവനം പാഴായിട്ടുണ്ടോ? നമുക്കറിയാലോ. 8 വയസ്സില് സന്യാസം സ്വീകരിച്ച് അമ്മയോട് യാത്ര പറഞ്ഞ് ഇന്നത്തെ മധ്യപ്രദേശില് ഓങ്കാരേശ്വർ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് നർമ്മദാ തീരത്ത് ഗോവിന്ദ ഭഗവത്പാദർ എന്ന ഗുരുവിന്റെ അടുത്ത് ചെന്ന് എത്തിച്ചേർന്നു. എത്തുമ്പോഴേ ജ്ഞാനിയാണ്. ഇനി ആ ഗുരുവിന്റെ ശിക്ഷണവും കൂടി കഴിഞ്ഞ് 16 വയസ്സിന്റെ ഉള്ളില് അനേക കൃതികൾ രചിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് 32 വയസ്സിന്റെ ഉള്ളില് ദിഗ്വിജയങ്ങൾ നടത്തി, ധർമ്മ സംസ്ഥാപനം നടത്തി, ഈ ലോകത്തുനിന്ന് ദേഹവും വെടിഞ്ഞ് സമാധിസ്ഥനായി പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ യൗവനം അദ്ദേഹം പാഴാക്കിയിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം ഇത് രചിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടി? നമുക്കൊക്കെ പ്രാർത്ഥിക്കാനും നമ്മൾക്കൊക്കെ ഓർമ്മ വരാനും വേണ്ടി. അപ്പോ ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീസക്തഃ വൃദ്ധസ്താവത് ചിന്താസക്തഃ പരമേ ബ്രഹ്മണി കോപി ന സക്തഃ. ഭജഗോവിന്ദം എന്ന കൃതിയിൽ ഇതേ ശങ്കരാചാര്യര് ലോകത്തെ നോക്കി പരിതപിക്കുകയാണ്. ബാലന്മാരായിരിക്കുമ്പോൾ ക്രീഡയിൽ ആസക്തരായിരിക്കുന്നു, യൗവനത്തിൽ തരുണികളിൽ ആസക്തരായിരിക്കുന്നു, വൃദ്ധന്മാരായിരിക്കുമ്പോൾ ഒന്നിനും കൊള്ളാതെയായി പശ്ചാത്താപം കൊണ്ടും കുറ്റബോധം കൊണ്ടും മോഹഭംഗങ്ങൾ കൊണ്ടും ചിന്താസക്തരായി കഴിഞ്ഞുകൂടുന്നു. പരമേ ബ്രഹ്മണി കോപി ന സക്തഃ. ആ ഈശ്വര ചിന്ത ആർക്കും കാണുന്നില്ല എന്ന് ആ 1200 വർഷം മുമ്പേ ശങ്കരാചാര്യർ അന്നത്തെ ലോകത്തെ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ അവസ്ഥ പറയേണ്ടതുണ്ടോ? അപ്പോ ഇവിടെ യൗവനത്തെ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം വാർദ്ധക്യത്തെ കുറിച്ചാണ് സ്മരിക്കുന്നത്. നമുക്കത് നാളെ കാണാം. ഹരി ഓം നാരായണ. നാളെ 8 മണിക്ക് പാരായണം ഉണ്ടാവും, 10:30 മണിക്ക് ഈ ക്ലാസ് തുടരും. ഹരി ഓം.